ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു 3 ചോദ്യ പേപ്പറുകളാണ് കേട്ടോ. ഒരു 240ഓളം GK ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ ഇത് അറ്റൻഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അറിയാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ എഴുതിയെടുക്കാനും കൂടെ ശ്രമിക്കുക കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഓപ്ഷൻ സി പ്ലാനിംഗ് കമ്മീഷൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത്? ഓപ്ഷൻ എ ബീഗം ഹസ്രത്ത് മഹലാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹൽ. താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻ ഡി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം? ഓപ്ഷൻ ബി പ്ലേഗ് ബോണസ് ആണ്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് സംഭവം പ്ലേഗ് ബോണസ്. ഇവിടെ 6 ക്യാൻസലായ ക്വസ്റ്റ്യൻ ആണ്. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം? സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം? ഓപ്ഷൻ സി വിദ്യാപോഷിണിയാണ് കേട്ടോ. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? വിദ്യാപോഷിണി. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം? ഓപ്ഷൻ എ 140. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം? മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം? ഓപ്ഷൻ ബി ചാന്നാർ ലഹള. താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ഓപ്ഷൻ സി തലക്കൽ ചന്തു. താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? തലക്കൽ ചന്തു. വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്രയാണ്? ഓപ്ഷൻ എ 250 രൂപ. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? ഓപ്ഷൻ സി സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി? ഓപ്ഷൻ എ ലാല ലജ്പത് റായി. താഴെ പറയുന്നവയിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ കഴിയുക? ഓപ്ഷൻ ഡി രാഷ്ട്രപതി. ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം? ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം? ഓപ്ഷൻ എ ലാഹോർ. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ബി 86. താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? ഓപ്ഷൻ ബി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത്. താഷ്കന്റ് ഉടമ്പടി ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കാൻ വേണ്ടി. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. സ്വകാര്യവൽക്കരണ നയം ഗവൺമെന്റ് ഉടമസ്ഥ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. ആഗോളവൽക്കരണ നയം താരിഫ് ഉയർത്തുന്നതിനും ക്വാട്ട കുറയ്ക്കുന്നതിനും വേണ്ടിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഉദാരവൽക്കരണ നയം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കിയില്ലേ ഉദാരവൽക്കരണ നയം അനുസരിച്ച്. സ്വകാര്യവൽക്കരണ നയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസിൽ, വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സമിതി, മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ.
ഓപ്ഷൻ ഡി മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ അല്ലെങ്കിൽ ICMR ആണ് ഇതിൽ കൂട്ടത്തിൽ ചേരാത്തത്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക്. ഓപ്ഷൻ ഡി ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് അല്ലെങ്കിൽ നബാർഡ്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് അല്ലെങ്കിൽ നബാർഡ്. ഏത് സംവിധാനത്തിന് പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഓപ്ഷൻ എ ഗാട്ട്, GAAT. അതിൻ്റെ പിൻഗാമിയായിട്ടാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. അടിയന്തരാവസ്ഥാ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ്. അടിയന്തരാവസ്ഥാ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ്. ഓപ്ഷൻ സി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അടിയന്തരാവസ്ഥാ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഓപ്ഷൻ ബി അമേരിക്ക. ഇന്ത്യയുടെ കയറ്റുമതി ഏറ്റവും കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? അമേരിക്ക. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഓപ്ഷൻ ബി ഡെറാഡൂൺ ആണ്. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ. ഓപ്ഷൻ ബി പർവ്വത മിതശീതോഷ്ണ ചോല വനങ്ങളാണ് കേട്ടോ. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ ഏതാണ്? പർവ്വത മിതശീതോഷ്ണ ചോല വനങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം. ഓപ്ഷൻ ഡി കുറിഞ്ഞിമല. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം. ഓപ്ഷൻ ബി മേടം 1. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. ഓപ്ഷൻ എ ലാറ്ററൈറ്റ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരമേത്? ഓപ്ഷൻ സി മുംബൈ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? മുംബൈ. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത്? ഓപ്ഷൻ ബി കല്ലടയാറാണ്. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏതാണ്? കല്ലടയാർ. മലനാട് ഇല്ലാത്ത ജില്ല. മലനാട് ഇല്ലാത്ത ജില്ല. ഓപ്ഷൻ സി ആലപ്പുഴ. പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം. പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം. ഓപ്ഷൻ എ 2235 ചതുരശ്ര കിലോമീറ്ററാണ് പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാത ഏത്? ഓപ്ഷൻ ഡി NH 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാത ഏതാണ്? NH 544. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം. ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ. ഓപ്ഷൻ ബി കാൽ ബൈശാഖിയാണ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴയെ എന്താണ് പറയുന്നത്? കാൽ ബൈശാഖി. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. ഓപ്ഷൻ സി പൂക്കോട് തടാകം. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം. ഓപ്ഷൻ എ ജസ്പ. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി. ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വി അബ്ദുറഹ്മാൻ എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ നിലവിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? AE അബ്ദുൾ ഗഫൂർ ആണ് കേട്ടോ. AE അബ്ദുൾ ഗഫൂർ ആണ് നിലവിലെ നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് കേട്ടോ. AE അബ്ദുൾ ഗഫൂർ ആണ് നിലവിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്. ഓപ്ഷൻ എ ഗോദാവരി. തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഉള്ളത്? ഓപ്ഷൻ ബി 12%.
തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 12%. ചണം ഉൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനത്തുള്ള രാജ്യം. ചണം ഉൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം. ഓപ്ഷൻ സി ഇന്ത്യ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി. ഓപ്ഷൻ എ സ്വരാജ് ട്രോഫി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948-ലാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷൻ 1950 ഓഗസ്റ്റ് 15-നാണ് നിലവിൽ വന്നത്. എൻ റോയി ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസറെ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യാവസായിക നയം രൂപീകരിക്കുന്നത് എന്നാണ്? 1948-ലാണ്. 1948-ലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? വ്യാവസായിക നയം രൂപീകരിക്കുന്നത്. എൻ റോയി ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ജനകീയ പദ്ധതിയാണ്. എൻ റോയി ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ജനകീയ പദ്ധതിയാണ്. ഇവിടെ തെറ്റായിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു അല്ല, വേറെ ആരാണ്? എം വിശ്വേശ്വരയ്യയാണ് അല്ലേ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ്? എം വിശ്വേശ്വരയ്യയാണ്. ആസൂത്രണ കമ്മീഷൻ എന്നാണ് നിലവിൽ വരുന്നത്? 1950 ഓഗസ്റ്റ് അല്ല, മാർച്ച് 15-നാണ് അല്ലേ. മാർച്ച് 15-നാണ് 1950. മാർച്ച് 15-നാണ് എന്ത് നിലവിൽ വരുന്നത്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത്? 5ാം പഞ്ചവത്സര പദ്ധതി 1974-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. 7ാം പഞ്ചവത്സര പദ്ധതി 1985-1990 കാലയളവിൽ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചു. 12ാം പഞ്ചവത്സര പദ്ധതി 2012-17 കാലയളവിൽ മാനവശേഷി വികസനത്തിനാണ് ഊന്നൽ നൽകിയത്. ഇതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസറെ. 1ഉം 2ഉം 3ഉം ശരിയാണ്. 5ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് എത്രയാണ്? 74 മുതൽ 79. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ് എന്ത് നൽകിയത്? ഊന്നൽ നൽകിയത്. 7ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് നോക്കൂ. 1985 മുതൽ 1990 വരെയാണ്. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവാണ് എന്ത് ചെയ്തത്? ഊന്നൽ നൽകിയത്. 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 കാലയളവിലാണ് നടന്നത്. എന്തായിരുന്നു ലക്ഷ്യം? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. 2012 മുതൽ 2017 വരെ 12ാം പഞ്ചവത്സര പദ്ധതി എന്തായിരുന്നു? സുസ്ഥിര വികസനമായിരുന്നു ലക്ഷ്യമായിട്ട് മുന്നോട്ട് വെച്ചിരുന്നത്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനമായിരുന്നു. അപ്പോൾ ഇവിടെ 1ഉം 2ഉം 3ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഈ ശരിയായിട്ടുള്ളതെല്ലാം പഠിച്ചിട്ട് പോണേ. ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഓപ്ഷൻ ഡി ഇസ്രായേൽ. പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? ഓപ്ഷൻ സി ഇംഗ്ലണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒരു ചെയർപേഴ്സണും 5 മുഴുവൻ സമയ അംഗങ്ങളും 7 ഡീംഡ് അംഗങ്ങളുമാണ് എന്തിലുണ്ടായിരിക്കുന്നത്? മനുഷ്യാവകാശ കമ്മീഷനിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവുക അല്ലേ. ഒരു ചെയർപേഴ്സണും 5 സ്ഥിര അംഗങ്ങളും പിന്നെന്താണ് 7 അനൗദ്യോഗിക അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസറേ. ആരുടെ നോവലാണ് വല്ലി? ആരുടെ നോവലാണ് വല്ലി? ഓപ്ഷൻ ഡി ഷീല ടോമിയുടെയാണ് വല്ലി എന്ന് പറഞ്ഞിട്ടുള്ള നോവല്. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയിച്ചത് ആരാണ്? 68ാമത്. ഓപ്ഷൻ ഡി ഇതൊന്നുമല്ലാതാണ് കൊടുത്തിരിക്കുന്നത്. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഇതിലാരുമല്ല ജയിച്ചിരിക്കുന്നത്. ഇതവിടെ നിൽക്കട്ടെ. നമുക്ക് നിലവിലെ നെഹ്റു ട്രോഫി വള്ളംകളി വിജയികളെ നോക്കാം കേട്ടോ. നിലവിലെ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ 2025. അതിലെ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണെന്ന് ചോദിച്ചാൽ വിയ്യാപുരം ചുണ്ടനാണ് കേട്ടോ. വിയ്യാപുരം ചുണ്ടനാണ്. 2026 നെഹ്റു ട്രോഫി വള്ളംകളി ആയിട്ടില്ല, ഒക്ടോബറിലോ മറ്റോ ആണ്. അപ്പം നിലവിൽ 2025 ചോദിക്കാൻ ചാൻസ് ഉള്ള. ഇനിയിപ്പോൾ നമുക്ക് എക്സാം ആകുമ്പോഴേക്കും 2026 ചിലപ്പോൾ വരും. അതവിടെ നിൽക്കട്ടെ. നമുക്ക് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? വിയ്യാപുരം ചുണ്ടനാണ്. ഓർത്തിരിക്കണേ.
പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി കർണാടകയാണ് കേട്ടോ. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കർണാടക. ശരിയായത് കണ്ടെത്തുക. ജിമ്മി ജോർജ് വോളിബോൾ, പ്രീജ ശ്രീധരൻ നീന്തൽ, ബോബി അലോഷ്യസ് ഹൈജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2, 3, 4 ശരിയായിട്ടുള്ളത്. ജിമ്മി ജോർജ് ഏതാണ്? കായിക ഇനം വോളിബോൾ ആണ്. ബോബി അലോഷ്യസ് ഏതാണ്? ഹൈജമ്പ് ആണ്. ചിത്ര കെ സോമൻ അത്ലറ്റ് ആണ്. ജിമ്മി ജോർജ് വോളിബോൾ, ബോബി അലോഷ്യസ് ഹൈജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്. കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏതാണ്? കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏതാണ്? ഓപ്ഷൻ ബി മാങ്ങ. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവാൻ കഴിയാത്ത ജീവിവർഗം. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവാൻ കഴിയാത്ത ജീവിവർഗം. ഓപ്ഷൻ എ മാംസബുക്ക്. ഭക്ഷണത്തിലൂടെ അല്ലാത്ത മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ ഡി ജീവകം ഡി ആണ്. ഈ ആഹാര ശൃംഖലയിൽ ആദ്യത്തെ ഉപഭോക്താവാൻ കഴിയാത്ത ജീവിവർഗം മാംസബുക്കാണ്. അപ്പോൾ ആദ്യത്തെ ഉപഭോക്താവ് ആരാണ്? സസ്യബുക്കുകളാണ് കേട്ടോ. ആദ്യത്തെ ഉപഭോക്താവ് ആരാണ്? സസ്യബുക്കുകളാണ്. ഭക്ഷണത്തിലൂടെ മനുഷ്യന് ലഭിക്കാൻ കഴിയാത്ത ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? ഓപ്ഷൻ സി ചർവണകം. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക്. ഓപ്ഷൻ ബി ഇരവികുളം. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഇരവികുളം. താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ ഉൾപ്പെടാത്ത ജീവകം ഏതാണ്? ഓപ്ഷൻ എ ടോക്കോഫെറോൾ. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? ഓപ്ഷൻ ഡി മണ്ണിലെ ജൈവാംശം പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത്. ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? ഓപ്ഷൻ ബി വെളുപ്പ്. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ഓപ്ഷൻ എ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? ഓപ്ഷൻ ഡി 5. സമതലദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? വസ്തുവിൻ്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും. പ്രതിബിംബം നിവർന്നതും യാഥാർത്ഥ്യവുമായിരിക്കും. ഓപ്ഷൻ സി ആണ്. 1, 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. ഏതൊക്കെയാണ്? വസ്തുവിൻ്റെ അതേ വലിപ്പമായിരിക്കും പ്രതിബിംബത്തിനും. നമ്മുടെ സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതയാണ് പറയുന്നത്. വസ്തുവിൻ്റെ അതേ വലിപ്പമായിരിക്കും പ്രതിബിംബത്തിനും. ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം എന്തായിരിക്കും? തുല്യമായിരിക്കും. വസ്തുവിൻ്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്. ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം എന്തായിരിക്കും? തുല്യമായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് നേർരേഖ ചലനം. ഓപ്ഷൻ ബി ആണ്. 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് എന്താണ്? ദോലനമാണ്. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം എന്താണ്? ഭ്രമണമാണ്. 1, 2 ആണ് ആൻസർ ആയിട്ട്. 2021 ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി. ഓപ്ഷൻ സി വാലി ഫങ്ക് ആണ്. 2021 ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തിയാണ് വാലി ഫങ്ക്. ഗാനിമീഡിൻ്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമീഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഓപ്ഷൻ എ വ്യാഴം.
ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകാണ്? ഓപ്ഷൻ എ പെൺ ഈഡീസ്. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. DPT വാക്സിൻ, ഡോട്ട്സ് ക്ഷയം, AB രക്തഗ്രൂപ്പ്, സാർവത്രിക ദാതാവ്, അഡ്രിനാലിൻ ഹോർമോൺ. ഒറ്റപ്പെട്ടതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് AB രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവ് എന്നുള്ളത് എന്താണ്? തെറ്റാണ് അല്ലേ. DPT എന്ന് പറയുന്നത് ഒരു വാക്സിനാണ്. ഡോട്ട്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ക്ഷയത്തിൻ്റെ എന്താണ് ചികിത്സാ രീതിയാണ്. അഡ്രിനാലിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോർമോണാണ്. AB രക്തഗ്രൂപ്പ് ഏതാണ്? സാർവത്രിക സ്വീകർത്താവാണ് അല്ലേ. സാർവത്രിക സ്വീകർത്താവാണ് എന്ത് എന്ന് പറയുന്നത്? AB രക്തഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് ആരാണ്? O ഗ്രൂപ്പാണ്. ഓർത്തിരിക്കട്ടോ, O ഗ്രൂപ്പാണ് സാർവത്രിക ദാതാവ് എന്ന് പറയുന്നത്. സ്വീകർത്താവ് ഏതാണ്? AB രക്തഗ്രൂപ്പാണ്. മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാവുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? ഓപ്ഷൻ ബി വൈറ്റമിൻ കെയുടെ കുറവ് മൂലമാണ് ഒരു മുറിവിൽ നിന്നും അധികം രക്തസ്രാവം ഉണ്ടാവുന്നത്. നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? ഓപ്ഷൻ ബി എയ്ഡ്സ്. നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? എയ്ഡ്സ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏതാണ്? ഓപ്ഷൻ സി കോളറ. കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? ഓപ്ഷൻ ഡി കോർണിയ. ഉത്തേജക മരുന്നിൻ്റെ സ്ഥിര ഉപയോഗം കായിക താരങ്ങൾക്കുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏത്? മുഖക്കുരു, മാനസിക ചാഞ്ചാട്ടം, വർദ്ധിച്ച ആക്രമണാത്മകത, മുകളിൽ കൊടുത്തതെല്ലാം. ഓപ്ഷൻ ഡി ആണ് മുകളിൽ കൊടുത്തതെല്ലാം എന്താണ്? ഈ ഉത്തേജക മരുന്നിൻ്റെ സ്ഥിര ഉപയോഗം മൂലം കായിക താരങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ്. മുഖക്കുരു ഉണ്ടാവും, മാനസിക ചാഞ്ചാട്ടം, അതുപോലെ തന്നെ വർദ്ധിച്ച ആക്രമണാത്മകതയും ഉണ്ടാവും. അനിയന്ത്രിത കോശവളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഓപ്ഷൻ ബി അർബുദം. വിളർച്ച ഏത് ധാതുവിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നതാണ്? ഓപ്ഷൻ ബി ഇരുമ്പ്. വിളർച്ച ഏത് ധാതുവിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ്? ഇരുമ്പ്. കേരളത്തിൽ സ്വാന്തന പരിചരണ നയം ഏത് വർഷമാണ് നിലവിൽ വന്നത്? ഓപ്ഷൻ ഡി 2008 കേരളത്തിൽ സ്വാന്തന പരിചരണ നയം നിലവിൽ വന്നതെന്നാണ്? 2008. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏതാണ്? ഓപ്ഷൻ എ വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തതയ്ക്ക് കാരണമാകുന്നത്. അല്ലെ, നിശാന്തതയ്ക്ക് കാരണം എന്താണ്? വൈറ്റമിൻ എയുടെ കുറവ്. കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ ബി മെഡിക്കൽ കോളേജ് ആശുപത്രി. കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ തലത്തിലെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതാണ്? മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ സി കേരളം. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം എത്രയാണ്? ഓപ്ഷൻ ഡി 18.5 to 24.9. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം എത്രയാണ്? അതായത് BMI എത്രയാണ്? 18.5 മുതൽ 24.5 kg/m3 പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റൈറ്റ് വാരി വ്യവസ്ഥ. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റൈറ്റ് വാരി വ്യവസ്ഥ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ. ഇതിൽ ശരിയായിട്ടുള്ളവയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ ബി ഡൽഹൌസി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ.
ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി റിപ്പബ്ലിക്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി നിർദ്ദേശക തത്വങ്ങളിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം. മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ എ വില്യം ലോഗൻ കമ്മീഷനാണ്. മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷൻ. കുറിച്യ കലാപത്തിൻ്റെ നേതാവാര്? ഓപ്ഷൻ സി രാമൻ നമ്പി. സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? ഓപ്ഷൻ സി മിതവാദി. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആര്? ഓപ്ഷൻ ബി അയ്യങ്കാളി. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി സിംഗപ്പൂർ. ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ്. പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടെ കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ 9ാം പഞ്ചവത്സര പദ്ധതി. പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു. MN കുൻസ്രു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. മലയാളിയായ KM പണിക്കർ അതിൽ അംഗമായിരുന്നു. ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന. ആരായിരുന്നു അധ്യക്ഷൻ? കുൻസ്രു ആയിരുന്നില്ല, ഫസൽ അലി ആയിരുന്നില്ലേ അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. സംസ്ഥാന പുനഃസംഘടനയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു അല്ലേ. എന്നാണ് നിയമം നിലവിൽ വന്നത്? 1956 നമ്മളുടെ മലയാളി ആയിട്ടുള്ള KM പണിക്കറും അതിലെന്തുണ്ടായിരുന്നു? അംഗമായിരുന്നു. KM പണിക്കരും MN കുൻസ്രു ആയിരുന്നു അതിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. അധ്യക്ഷനാരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കാണ്ഡല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏതാണ്? ഓപ്ഷൻ ബി മധുര. ബക്ര നംഗൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? വൈദ്യുതോൽപാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്, സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്, വിവിധോദ്ദേശ പദ്ധതി. ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ്? സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിവിധോദ്ദേശ പദ്ധതിയാണ്. ബക്ര നംഗൽ പദ്ധതി എന്താണ്? സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതെന്താണ്? ഒരു വിവിധോദ്ദേശ പദ്ധതിയാണ്. ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത്? ഓപ്ഷൻ എ കൊല്ലം ജില്ലയിലാണ് കേട്ടോ. പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത്? കൊല്ലം. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ്? ഓപ്ഷൻ സി ജീവൻ രക്ഷാ പതക്കാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഏത് പുരസ്കാരമാണ് നൽകുന്നത്? ജീവൻ രക്ഷാ പതക്കാണ്.
അപ്പോൾ ജീവൻ രക്ഷാ പതക്ക് എന്ന് പറയുന്ന പുരസ്കാരം ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് നൽകുന്നത്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ജീവൻ രക്ഷാ പതക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുരസ്കാരം നൽകുന്നത്. ഓർത്തിരിക്കണേ. നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ഗോദാവരി നദിയിലാണ്. നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ്? ഗോദാവരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ഓപ്ഷൻ സി തൂത്തുക്കുടിയാണ് കേട്ടോ. ഇന്ത്യയുടെ തെക്ക് തമിഴ്നാട് തൂത്ത് അല്ലേ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? തൂത്തുക്കുടി. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമിയാണ് കേട്ടോ. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഓപ്ഷൻ എ ബാരാലാച്ചില ചുരമാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബാരാലാച്ചില ചുരം. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ 82.5 പൂർവ്വ രേഖാംശമാണ് കേട്ടോ. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? 82.5 പൂർവ്വ രേഖാംശം. ബൽവന്ത് റായി മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73-74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ത്രിതല പഞ്ചായത്ത് സംവിധാനം, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത, ഗ്രാമപഞ്ചായത്തിൽ പരോക്ഷ തിരഞ്ഞെടുപ്പ്, വാർഷിക തിരഞ്ഞെടുപ്പ് രീതി. ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം മാത്രമാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത. ഈ 2 നിർദ്ദേശങ്ങളാണ് ബൽവന്ത് റായി മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്ന് 73-74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത. പ്രാചീന ശിലായുഗത്തിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം? ഓപ്ഷൻ ബി എടയ്ക്കൽ ഗുഹ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? ഓപ്ഷൻ എ പള്ളിക്കരയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? പള്ളിക്കര. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനം ഉള്ളത്? ഓപ്ഷൻ എ കാപ്പി. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ഓപ്ഷൻ സി ആലപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി എവിടെയാണ് സ്ഥാപിച്ചത്? 1859 ആലപ്പുഴയിലാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ 1.25 കോടി മലയാളികൾ. താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചിട്ടുള്ള തെറ്റായ പരാമർശം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ബാക്കി ശരിയായത് നോക്കിയേ. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത്. ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശമാണ് ആനമുടി എന്ന് പറയുന്നത്. ഏകദേശം 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരമായിട്ട് പറയുന്നത്. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഓപ്ഷൻ എ കോതമംഗലം. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? കോതമംഗലം. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? നമുക്ക് 2026 പഠിക്കാം. 2026 നിലവിലെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? OJ ജനീഷാണ് അല്ലേ. OJ ജനീഷാണ് നിലവിലെ കായിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് കേട്ടോ. നിലവിലെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? OJ ജനീഷാണ്. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ HDFC. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ? ഓപ്ഷൻ ബി പൃഥ്വിരാജ്.
2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? ഓപ്ഷൻ സി അർഷാദ് നദീം. ലോക നാട്ടറിവ് ദിനം എന്നാണ്? ലോക നാട്ടറിവ് ദിനം ഓപ്ഷൻ എ ഓഗസ്റ്റ് 22-നാണ് കേട്ടോ. ലോക നാട്ടറിവ് ദിനം എന്നാണ്? ഓഗസ്റ്റ് 22-നാണ്. എഴുതി വെച്ചോട്ടോ, അതങ്ങനെ ചോദിക്കാത്തൊരു റെയർ ക്വസ്റ്റ്യൻ ആണ്. ലോക നാട്ടറിവ് ദിനം എന്നാണ്? ഓഗസ്റ്റ് 22-നാണ്. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഓപ്ഷൻ സി ഡെങ്കി വൈറസിനെതിരെയുള്ളതാണ് ടാക് 003 വാക്സിൻ എന്ന് പറയുന്നത് കേട്ടോ. ഡെങ്കി വൈറസ്. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആരാണ്? ഓപ്ഷൻ ബി കില്ലിയൻ മർഫി. രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? ഓപ്ഷൻ സി മാനന്തവാടി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി? ഓപ്ഷൻ എ അൽഗുരിതങ്ങളുടെ നാട്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി ഏതാണ്? അൽഗുരിതങ്ങളുടെ നാട്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ. ഓപ്ഷൻ ഡി അർജന്റീന. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി? ഓപ്ഷൻ എ ന്യൂറാലിങ്ക്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല പൊന്മാനിന് നൽകിയ പേരെന്ത്? ഓപ്ഷൻ സി നീലു. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്തെഴുതുക. 2ഉം 4ഉം ആണ് കേട്ടോ. 2ഉം 4ഉം ആണ്. ചർഗണവും അഗ്രചർവണവുമാണ് നമുക്ക് ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? ഓപ്ഷൻ എ വെണ്ട. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ ബി 2006-ലാണ്. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2006 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷമേത്? ഓപ്ഷൻ ബി 1984-ലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ഗോവ. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി സ്വീഡൻ. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏതാണ്? ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. തുറന്ന സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉം 3ഉം ഇവിടെ കറക്റ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒരു അടഞ്ഞ സർക്യൂട്ടായിരിക്കും. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അതെന്തായിരിക്കും? ഒരു തുറന്ന സർക്യൂട്ടായിരിക്കും. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. തുല്യ വലുപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? ഓപ്ഷൻ ബി 90 ഡിഗ്രി. കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? കാന്തശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിൻ്റെ മധ്യഭാഗത്താണ്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്കുവടക്ക് ദിശയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നുണ്ടാവുക. ഒരു കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തരധ്രുവവും തമ്മിൽ പരസ്പരം ആകർഷിക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ. ഒരു സ്വതന്ത്രമായിട്ട് കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം എങ്ങനെയായിരിക്കും? തെക്ക് വടക്ക് ദിശയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നുണ്ടാവുക. ഒരു കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തരധ്രുവവും തമ്മിൽ എന്തായിരിക്കും? പരസ്പരം ആകർഷിക്കും.
ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കണ്ടുപിടിച്ചേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിലായിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക. അയിരുകളിൽ അതാത് ലോഹം എങ്ങനെയായിരിക്കും? ഉയർന്ന സാന്ദ്രതയിലായിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇത് തീ കെടുത്തുന്ന വാതകമാണ്. വിനാഗിരിയും ബേക്കിംഗ് സോഡയും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷതയായിട്ട് വരുന്നത് ഏതാണ്? ഇത് തീ കെടുത്തുന്ന വാതകമാണ്. ഏതാണ് അവിടെ ഉണ്ടാകുന്ന വാതകം? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ? വിനാഗിരിയും ബേക്കിംഗ് സോഡയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതെന്താണ്? തീ കെടുത്തുന്ന വാതകമാണ്. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ സഹജ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേര്? ഓപ്ഷൻ സി കൈരളി. ലോകവ്യാപാരമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം? ഓപ്ഷൻ സി വുഹാൻ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ടൈഫോയിഡ്. സ്ഥാനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഏതാണ്? ഓപ്ഷൻ സി മാമോഗ്രാം. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം? ഓപ്ഷൻ എ ജ്യോതിസ്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല? ഓപ്ഷൻ സി മലപ്പുറം. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു? ഓപ്ഷൻ എ വിബ്രിയോ കോളറെ. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി ഏത്? ഓപ്ഷൻ ബി ശലഭം. ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായിട്ടുള്ള മാർഗം? ഓപ്ഷൻ ബി ബ്ലീച്ചിങ് പൗഡർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഓപ്ഷൻ ഡി പൂനെ. താഴെ പറയുന്നവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ഓപ്ഷൻ സി JP നഡ്ഡ. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. താഴെ പറയുന്നവയിൽ ഏതു മാർഗേനയാണ് ഹെപ്പറ്റൈറ്റിസ് A പകരുന്നത്? ഓപ്ഷൻ ഡി മലിനമായ ഭക്ഷണപാനീയങ്ങളിൽ കൂടിയാണ് ഹെപ്പറ്റൈറ്റിസ് A പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് A എങ്ങനെയാണ് പകരുന്നത്? മലിനമായ ഭക്ഷണപാനീയങ്ങളിൽ കൂടെ. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി MAL. താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 3 കേട്ടോ. 1, 3 നിപ്പ, എംപോക്സ് ആണ് ഇതിൽ പറയുന്ന ജന്തുജന്യ രോഗങ്ങളായിട്ട് പെടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം? ഓപ്ഷൻ എ ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ ബി നിസ്സഹകരണ സമരം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി 44ാം ഭരണഘടനാ ഭേദഗതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഓപ്ഷൻ സി ഹൈക്കോടതി.
ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ഇന്ത്യ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി മൗലികാവകാശങ്ങൾ. കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? ഓപ്ഷൻ എ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? ഓപ്ഷൻ സി അയ്യപ്പൻ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? ഓപ്ഷൻ എ തോമസ് ഹാർവേ ബാബർ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ ബി ആശിഷ് ജിതേന്ദ്ര ദേശായി. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ് അല്ലേ? സൗമൻ സെൻ ആണ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് കേട്ടോ, ജസ്റ്റിസ് സൗമൻ സെൻ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല. ഓപ്ഷൻ സി തൃശ്ശൂർ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി VP മേനോൻ. താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ പോണ്ടിച്ചേരി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ്? ഓപ്ഷൻ ഡി KM പണിക്കർ. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ജർമ്മനി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ സി മംഗൾയാൻ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ബ്രസീൽ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ. ഓപ്ഷൻ ബി പ്രഗ്യാൻ. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഏതാണ്? ഹിമാദ്രി. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയ നദികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് 1, 3 ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ഹിമാലയൻ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ നിര ഏതാണ്? ഹിമാദ്രിയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ എങ്ങനെയാണ്? ഹിമാലയൻ നദികൾ എന്നാണ് അറിയപ്പെടുന്നത്. മൗണ്ട് എവറസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യയിലല്ല. അല്ല, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയത് ഏതാണ്? ഹിമാദ്രിയാണ്. പിന്നെ ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ഓപ്ഷൻ ഡി ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരിയാണ് കേട്ടോ. 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നത്. ഏറ്റവും കൂടുതൽ ദൂരം ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണ്? ബംഗ്ലാദേശുമായിട്ടാണ്. ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നതോ? അത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാൻഡൽ തീരം. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം.
ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് കേട്ടോ. ശരിയായത് നോക്കിക്കേ. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറിൽ റായുണ്ട്, അറബിക്കടലിൽ റായുണ്ട്. പടിഞ്ഞാറ് അറബ് അല്ലേ. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. കിഴക്കൻ തീരസമതലം എവിടെ മുതലാണ്? സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് നീണ്ടുകിടക്കുന്നത്. ഈ കൊറമാൻഡൽ തീരസമതലവും വടക്കൻ സർക്കാർസസും ഒക്കെ എന്തിൻ്റെ ഭാഗമാണ്? കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ് അല്ലേ. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന. ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. നമുക്കറിയാമല്ലേ, ഇന്ത്യയുടെ ദേശീയ വിനോദം ഏതാണ്? കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ഏതാണ്? ആനയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ് അല്ലേ. ജനഗണമനയല്ല, വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീ തീരത്താണ്. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അപ്പോൾ എല്ലാം പഠിക്കണം. അയോധ്യ നഗരം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? സരയൂ നദീതീരത്താണ്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ ഏത് നദീതീരത്താണ്? സബർമതി നദീതീരത്താണ്. അഹമ്മദാബാദും ഗാന്ധിനഗറും സബർമതി തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹൂഗ്ലി നദീതീരത്ത് കൊൽക്കത്ത, ഹൗറ എന്നീ നഗരങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹൂഗ്ലി നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം അഗസ്ത്യാകൂടം. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട്. ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കിയാൽ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്രയാണ്? 560 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ്? കുട്ടനാടാണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ഓപ്ഷൻ എ ആണ് ആൻസറെ. 1ഉം 3ഉമാണ് അല്ലേ. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാറാണ്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഏതിനാണുള്ളത്? ഭാരതപ്പുഴയ്ക്കാണ്. പെരിയാർ, ഭാരതപ്പുഴ അല്ലെ. പെരിയാറാണ് ഏറ്റവും നീളമുള്ള നദി. 2ാമത്തത് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. 2 മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ളത് കേട്ടോ. ശരിയായത് നോക്കിക്കേ. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? പൂക്കോട് കായലാണ്. അതെവിടെയാണ്? വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്, അഷ്ടമുടി കായലല്ല. ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയല്ലാത്തത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. ഓപ്ഷൻ ബി ആണ് ആൻസറെ. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. നീണ്ടകര തിരുവനന്തപുരം, അഴീക്കൽ കണ്ണൂർ, പൊന്നാനി മലപ്പുറം, കായംകുളം എറണാകുളം. ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അഴീക്കൽ എവിടെയാണ്? കണ്ണൂരാണ്. പൊന്നാനി എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിൽ പ്രധാന സ്രോതസ്സ് ജലമാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി.
ഓപ്ഷൻ ഡി എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ് ഏതാണ്? ജലമാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. കരിമ്പുഴ, മലപ്പുറം, ചിമ്മിനി, പാലക്കാട്, ചെന്തുരുണി, കൊല്ലം, ചൂലന്നൂർ, തൃശ്ശൂർ. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. കരിമ്പുഴ എവിടെയാണ്? മലപ്പുറത്താണ്. ചെന്തുരുണി എവിടെയാണ്? കൊല്ലമാണ്. വന്യജീവി സങ്കേതങ്ങളാണ് കരിമ്പുഴ, മലപ്പുറത്തുള്ളത്. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു. ചിവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന് പേര് വന്നു. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി 3 മാത്രമാണ് തെറ്റത് അല്ലേ. സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി നോക്കി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നത് എവിടെയാണ്? സൈലന്റ് വാലിയിലാണ്. ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ആ പ്രദേശത്തിന് നിശബ്ദ താഴ്വര സൈലന്റ് വാലി എന്ന പേര് വന്നത്. 1984 നിലവിൽ വന്നത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലല്ല, പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി ടി ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജാണ്. ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കായിക കേരളത്തിൻ്റെ പിതാവ് ആരാണ്? ഗോദവർമ്മ രാജയാണ്, അല്ലെങ്കിൽ ജി വി രാജ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത ആരാണ്? പി ടി ഉഷയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത പി ടി ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ്? അത് ജിമ്മി ജോർജാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരള നിയമസഭ 1992 കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷാണ്. ഓപ്ഷൻ ഡി 1 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തും നിലവിലുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് പഠിക്കാം കേട്ടോ. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളുമാണ് നിലവിലുള്ളത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. കേരള സ്പീക്കർ, അത് വേണ്ട, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വിടാം. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്നാണ് രൂപം കൊടുത്തത്. ഓപ്ഷൻ ഡി ആണ് എല്ലാം എന്താണ് ശരിയാണ്. കേരള കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിലാണ്, ഭാരതപ്പുഴയുടെ തീരത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്നിട്ടാണ് കേരള കലാമണ്ഡലത്തിന് രൂപം കൊടുത്തത്. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ISRO ചെയർമാൻ മോഹൻകുമാർ. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രം. ചന്ദ്രയാൻ 3 മൊത്തം ചിലവ് 615 കോടി രൂപ. ഓപ്ഷൻ എ ആണ് 1, 3, 4 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളെ. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നത്. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേരെന്തായിരുന്നു? വിക്രമാണ്. റോവറിൻ്റെ പേരെന്തായിരുന്നു? പ്രഗ്യാനായിരുന്നു. മൊത്തം ചിലവ് എത്രയാണ്? 615 കോടി രൂപ. കേരളത്തിൻ്റെ തനതായ നൃത്തകലാരൂപം ഏതാണ്? ഓപ്ഷൻ ബി മോഹിനിയാട്ടം. അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ മാക്സിം ഗോർക്കി. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ ബി രുചിര കമ്പോജ്. ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ ഡി ലോക്പാൽ. ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയാൻ വേണ്ടിയിട്ട് രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? ലോക്പാൽ.
50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ ബി ധനഞ്ജയ് വൈ ചന്ദ്രചൂഡ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന ലെസേസ് ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? ഓപ്ഷൻ എ ആൽഫ്രഡ് മാർഷൽ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഓപ്ഷൻ സി ഹോക്കി. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ ബി ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ ക്ലോഡിയ ഗോൾഡിൻ. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം? ഓപ്ഷൻ സി കാൽസ്യം ഫോസ്ഫേറ്റ്. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ്? ഓപ്ഷൻ ബി കീലസന്ധി. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധിയാണ് കീലസന്ധി. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം? ഓപ്ഷൻ സി ട്രക്കിയ. ഇതിൽ ശരിയായിട്ടുള്ള ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ജോഡി. പൂച്ചയുടെ ശാസ്ത്രീയ നാമം ഏതാണ്? ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ്. കാക്കയുടേത് കോർവസ് സ്പ്ലെൻഡൻസ് എന്നാണ് കേട്ടോ. പൂച്ചയുടെ ഏതാണ്? ഫെലിസ് ഡൊമസ്റ്റിക്കൻസ്. കാക്കയുടേത് കോർവസ് സ്പ്ലെൻഡൻസ്. 57ാമത്തെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ജോഡിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പാറ്റ ഏതാണ്? 13 എന്താണ് ഹൃദയ അറകളാണുള്ളത്. ഇനി അടുത്തത് പല്ലിക്ക് ഏതാണ്? 3 ഹൃദയ അറകളാണുള്ളത്. പക്ഷിക്കാണെങ്കിൽ എത്രയാണ്? 4 ഹൃദയ അറകളാണുള്ളത്. മത്സ്യത്തിന് 2 ഹൃദയ അറകളാണ് ഉള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസറേ. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? ഓപ്ഷൻ ഡി 2023. സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ഹരിത. ഭാരതത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി യൂണിറ്റ്. ഭാരതത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്രയാണ്? ഓപ്ഷൻ എ 4 ഡയോപ്റ്റർ. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഏതാണ്? ഓപ്ഷൻ ബി കാർബൺ 14. ഒരു കുതിരശക്തി എന്നത് എത്ര വാട്ടാകുന്നു? ഓപ്ഷൻ ഡി 746 വാട്ട്. ഒരു കുതിരശക്തി എന്നത് 746 വാട്ടാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നമ്മുടെ നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ഇത് വിടാം നമുക്ക്. ആരാണ്? വി നാരായണനാണ് കേട്ടോ. വി നാരായണനാണ് നിലവിലെ ISRO ചെയർമാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്താണ്? ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി പ്രഗ്യാൻ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. 3 മാത്രമാണ് ശരി. ഓപ്ഷൻ ഡി ആണ് ആൻസറെ. ക്ഷയവും ചിക്കൻ ബോക്സുമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ക്ഷയം, ചിക്കൻ ബോക്സ്. സീറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? ഓപ്ഷൻ ബി വിറ്റാമിൻ എ. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ എ 2014 നവംബർ 9 ആയുഷ് മന്ത്രാലയം രൂപീകരിക്കുന്നത്. ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ സി കണ്ണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ്? ഓപ്ഷൻ എ 2023 സെപ്റ്റംബർ 28
ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായിട്ടുള്ള MS സ്വാമിനാഥൻ അന്തരിക്കുന്നത് 2023 സെപ്റ്റംബർ 28. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ എലിപ്പനി. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി മലേറിയ. മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം? ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്ക. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി നെഫ്രൈറ്റിസ്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? ഓപ്ഷൻ എ മാതൃജ്യോതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഓപ്ഷൻ എ ത്വക്ക്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ക്ഷയം എന്താണ്? ബാക്ടീരിയ രോഗമാണ്. നിപ എന്ന് പറയുന്നത് എന്താണ്? വൈറസ് ആണ്. എലിപ്പനി എന്താണ്? ഒരു ബാക്ടീരിയൽ രോഗമാണ്. വട്ടച്ചൊറി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗസ് രോഗമാണ്. അങ്ങനെ ഇന്ന് നമ്മളൊരു 3 ചോദ്യപേപ്പറുകൾ നോക്കിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക്